ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഡീപ് ഡൈവിൽ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, വളരെ സാധാരണമായിട്ട് നമ്മൾ കാണുന്ന, എന്നാൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വിഷയം. കൃത്യമായി പറഞ്ഞാൽ റെഡിറ്റിലെ വളരെ പോപ്പുലറായ r/AITAH എന്ന സബ്റെഡിറ്റിൽ വൈറലായ ഒരു യഥാർത്ഥ സംഭവമാണിത്. നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. ശരിയാണ്. പലപ്പോഴും വെറുമൊരു മുടിവെട്ടലിന്റെ കഥയായിട്ട് തോന്നും പുറത്തുനിന്ന് നോക്കുമ്പോൾ. അല്ല, പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ താൽപ്പര്യമുള്ള നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഈ സംഭവം വലിയൊരു ഉൾക്കാഴ്ച നൽകും. കാരണം വ്യക്തിസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പങ്കാളിയുടെ ഈയൊരു കൺട്രോളിംഗ് സ്വഭാവവും തമ്മിലുള്ള വലിയൊരു സംഘർഷമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അതെ, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ഇമോഷണൽ അബ്യൂസ്, അതായത് വൈകാരിക ചൂഷണം, നമ്മുടെ തീരുമാനങ്ങളിൽ മറ്റുള്ളവർ എങ്ങനെ ഇടപെടുന്നു എന്നതിൻ്റെയൊക്കെ കൃത്യമായ ഉദാഹരണമാണിത്. അപ്പോ കഥയുടെ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ, ഇതൊരു 2 കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ അനുഭവമാണ്. 6ഉം 3ഉം വയസ്സുള്ള 2 ചെറിയ കുട്ടികൾ. അവർക്ക് അരക്കെട്ട് വരെ നീളമുള്ള ഇരുണ്ട തവിട്ട് നിറമുള്ള മുടിയുണ്ടായിരുന്നു. വലിയ മുടി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതെ, വർഷങ്ങളായിട്ട് അവർ ഈ മുടി അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയായിരുന്നു. കുട്ടികളുടെയും കുടുംബത്തിന്റെയും ഒക്കെ തിരക്കുകൾ കാരണം അവർക്ക് സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവർക്കൊരു മാറ്റം വേണമെന്ന് തോന്നി. അതൊരു വലിയ തീരുമാനമാണ്. കാരണം വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഐഡന്റിറ്റി മാറ്റിയാണല്ലോ അവിടെ. തീർച്ചയായും. അങ്ങനെ അവർ മുടി തോൾ വരെ വെട്ടാനും അതിനൊന്ന് ചെറിയൊരു നിറം കൊടുക്കാനും തീരുമാനിച്ചു. പുതിയ ലുക്കിൽ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കിട്ടിയ പോലെ തോന്നി. സ്വന്തം ശരീരത്തിനു വേണ്ടി, സ്വന്തം സന്തോഷത്തിനു വേണ്ടി അവരൊരു കാര്യം ചെയ്യുകയാണ് അവിടെ. പക്ഷേ പ്രശ്നമെന്താന്ന് വെച്ചാൽ, ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും ഇതു തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരിരുവരും ചേർന്ന് അവളെ ഒരുപാട് അധിക്ഷേപിച്ചു. അവളൊരു ഡെസ്പറേറ്റ് ആണെന്ന്, അതായത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വെമ്പുന്നവളോണെന്ന് അവർ കുറ്റപ്പെടുത്തി. അവിടെയാണ് യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. അതെ, ഭർത്താവ് വളരെ മോശമായൊരു വാക്കുകൂടെ ഉപയോഗിച്ചു. അതായത് ആളുകളുടെ ശ്രദ്ധ കിട്ടാനാണ് അവളിങ്ങനെ മുടി വെട്ടിയതും വസ്ത്രം ധരിക്കുന്നതും എന്നും പറഞ്ഞ് അവളൊരു സ്ലട്ടാണെന്ന് വരെ അയാൾ വിളിച്ചു. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാള് സ്വന്തം ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അവരെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിക്ക് ഭയങ്കരമായ ഒരു ഭീഷണിയായിട്ടാണ് തോന്നുക. അതായത് താൻ പറയുന്നതേ അവൾ ചെയ്യാവൂ എന്നുള്ളൊരു വാശി. കൃത്യമായിട്ട്. ഇവൾ സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്തു എന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ഇത്തരം മോശമായ വാക്കുകൾ വരുന്നത്. അവളെ നാണം കെടുത്തുക, അവളുടെ കോൺഫിഡൻസ് തകർക്കുക, അതുമാത്രമാണ് അയാളുടെ ലക്ഷ്യം. ശരിക്കും അതൊരു തരം സൈക്കോളജിക്കൽ ഗെയിമാണ്. ഇനി ഇതൊരു അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അയാളുടെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ ശരിക്കും കാണുന്നത്. പാർട്ടിയിൽ വെച്ച് നടന്ന കാര്യങ്ങളല്ലേ? അതെ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിന്റെ ഓഫീസിലൊരു പാർട്ടി നടക്കുന്നു. ഈ പാർട്ടിക്ക് പോകാൻ വേണ്ടി അവരൊരു കറുത്ത ജംസൂട്ടൊക്കെ ധരിച്ച് മുടിയൊക്കെ ഒന്ന് കേളിയത് ഭംഗിയായിട്ടാണ് ഒരുങ്ങിയത്. പുതിയ ലുക്കിൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കണം. തീർച്ചയായും. കുട്ടികൾക്ക് അമ്മയുടെ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഭർത്താവിന്റെ പ്രതികരണം അതായിരുന്നില്ല. അവൾ അമിതമായിട്ട് ഒരുങ്ങുന്നു, അതായത് ഡൂയിങ് ടു മച്ച് എന്നായിരുന്നു അയാളുടെ പരാതി. വീണ്ടും ആ ഒരു കൺട്രോളിംഗ് സ്വഭാവം. കുട്ടികൾക്ക് പോലും ഇഷ്ടമായിട്ടും അയാൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതെ. അങ്ങനെ അവർ കുട്ടികളെ സഹോദരിയുടെ വീട്ടിലാട്ടിയിട്ട് പാർട്ടിക്ക് പോയി. അവിടെ ചെന്നപ്പോ ശരിക്കും ഭർത്താവ് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. പാർട്ടിയിലുണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാവരും അവളുടെ ഈ പുതിയ ലുക്കിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. അവൾക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി കാണും. അതെ, ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി. അപ്പോൾ ഭർത്താവിന്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറി. വീട്ടിൽ വെച്ച് അവളെ അത്രയും ചീത്ത വിളിച്ച അയാൾ അവിടെയുള്ളവരോട് പറഞ്ഞത്, ഞാനാണ് അവളോട് മുടി വെട്ടാൻ പറഞ്ഞത്, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ആഹാ, ഇതൊരു ടിപ്പിക്കൽ ട്രോഫി വൈഫ് ഡൈനാമിക് ആണ്. അതെ, അത് കേട്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. സ്വകാര്യ ജീവിതത്തിൽ അവൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ യാതൊരു അവകാശവും കൊടുക്കാത്ത അയാൾ പുറത്തെ ആളുകളുടെ മുന്നിൽ ഭയങ്കര നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുന്നത്. അതുമാത്രമല്ല, ആളുകൾ അവളെ അഭിനന്ദിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കൂടി അയാൾക്ക് തന്നെ വേണം. അതാണ് ഞാനാണ് പറഞ്ഞത് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നത്. സമൂഹത്തിനു മുന്നിൽ ഭാര്യ ഒരു സ്റ്റാറ്റസ് സിംബലാണ് അയാൾക്ക്. ശരിയാണ്. ആ പാർട്ടിയിൽ വെച്ച് തന്നെ അയാൾ മറ്റൊരു ഭയങ്കര മോശമായ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവൾ അയാളുടെ ബോസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് വെറും 3 തവണ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. വളരെ നോർമലായ ഒരു സംസാരം.
അവിടെയാണ് അയാളുടെ ആ ഫിസിക്കൽ കൺട്രോൾ വരുന്നത്. അതെ. ആ സമയത്ത് മേശയ്ക്കടിയിലൂടെ ഭർത്താവ് അവളുടെ കയ്യിൽ വളരെ മുറുകെ പിടിച്ചു, ഭയങ്കര ശക്തമായിട്ട്. അവൾക്ക് വേദനിക്കുന്ന രീതിയിലായിരുന്നു ആ പിടി. അത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്നുള്ള ആ ഒരു പ്രവൃത്തിയിൽ അവൾ ശരിക്കും നാണം കെട്ടുപോയി. മറ്റുള്ളവൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭയത്തിൽ അവൾ പെട്ടെന്ന് സംസാരം നിർത്തി. എന്തുകൊണ്ടായിരിക്കും അയാൾ അവിടെ അങ്ങനെ ചെയ്തത്? നോക്കൂ, ഇതൊരു ഫിസിക്കൽ ഇന്റിമിഡേഷൻ ആണ്. പബ്ലിക്കായിട്ട് ഒരാളെ നിശബ്ദരാക്കാൻ ഇതിലും ക്രൂരമായൊരു മാർഗമില്ല. അവൾ തന്നേക്കാൾ മിടുക്കിയാണെന്ന് ബോസ് മനസ്സിലാക്കുമോ എന്നൊരു ഭയം അയാൾക്കുണ്ടാകാം. അതെ, തനിക്കുള്ളതിനേക്കാൾ അറ്റൻഷൻ അവൾക്ക് കിട്ടുന്നു എന്നുള്ള ഈഗോ. കൃത്യമായിട്ട്. മറ്റാരും കാണാതെ മേശയ്ക്കടിയിലൂടെ അങ്ങനെ പിടിക്കുമ്പോൾ അയാൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നീ എന്റെ കൺട്രോളിലാണ്, ഞാൻ പറയുന്ന ലിമിറ്റിനുള്ളിൽ മാത്രം നീ നിന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിലും വലിയ കാര്യങ്ങളാണ് തിരികെ വരുമ്പോൾ നടക്കുന്നത്. ആ കാറിലെ യാത്രയിലാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. കാറിലെ ആ ഒരു ക്ലോസ്ഡ് സ്പേസില് അയാൾക്ക് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അതെ, തിരികെ കാറിൽ വരുമ്പോൾ അയാൾ വീണ്ടും അവളെ ശകാരിക്കാൻ തുടങ്ങി. നീ എന്നെ നാണം കെടുത്തി, നീ ഒരുപാട് സംസാരിക്കുന്നു എന്നൊക്കെ ആയിരുന്നു അയാളുടെ പരാതി. വീണ്ടും അവളുടെ കോൺഫിഡൻസ് നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം. മിണ്ടാതിരിക്കുമ്പോഴാണ് ആളുകൾക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമെന്നും ഒരുപാട് പേർ നിന്നെ തുരിച്ചു നോക്കുന്നുണ്ടായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. നിന്റെ ഈ ഹെയർ കട്ട് എനിക്ക് വെറുപ്പാണ് എന്നുകൂടി അയാൾ മുഖത്തു നോക്കി പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്നതിന്റെ ഏറ്റവും കൃത്യമായ രൂപം കാണുന്നത്. അത് ശരിയാണ്. പാർട്ടിയിൽ എല്ലാവരും അവളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷേ അയാൾ ആ സത്യത്തെ വളച്ചൊടിക്കുകയാണ്. അതെ, അവളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത്. മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് കിട്ടിയ ആ ഒരു അറ്റൻഷൻ അയാളുടെ ഇൻസെക്യൂരിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അവളുടെ സന്തോഷം നശിപ്പിക്കുക, അത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അത് വളരെ കഷ്ടമാണ്. പക്ഷെ ഇവിടെയാണ് ഈ ഡീപ് ഡൈവിലെ ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. ഈ സമയത്ത് കാറിലെ സ്റ്റീരിയോയിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്കൻ സിംഗറായ ഡൗ കാമറൂണിന്റെ ടൂ മച്ച് എന്ന പാട്ട്. ഓക്കെ, ആ പാട്ട് അവിടെ പ്ലേ ചെയ്യുന്നത് ശരിക്കും ഒരു നിമിത്തം പോലെയാണ്. അതെ, ആ പാട്ട് കേട്ടപ്പോൾ അവളിൽ പെട്ടെന്നൊരു വലിയ തിരിച്ചറിവുണ്ടായി. താൻ അമിതമായി ഒന്നും ചെയ്യുന്നില്ല, താൻ ശരിയാണ് എന്നൊരു എപ്പിഫാനി അവൾക്കുണ്ടായി. അവൾ ഉടൻ തന്നെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, ദയവായി വായടച്ചേക്കൂ എന്നല്ലേ? അതെ, കൃത്യമായിട്ട്. ആ ഒരു പ്രതികരണം ഭർത്താവ് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വാവ്, അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തില് ആ പാട്ട് അവൾക്ക് സ്വന്തം ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള വലിയൊരു എനർജി കൊടുത്തു. ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു അബ്യൂസിനോടുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു അത്. പക്ഷെ അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. കുട്ടികളെ മുറിയിലാക്കിയ ശേഷം ഭർത്താവ് നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പോയി പറഞ്ഞു. അവിടെ വീണ്ടും ഒരു ടോക്സിക് ഫാമിലി ഡൈനാമിക് നമ്മൾ കാണുകയാണ്. അതെ, അമ്മയാണെങ്കിലും മകന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുകയും അവളാണ് അവനെ നാണം കെടുത്തിയെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഭർത്താവിന് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ സ്വന്തം അമ്മയെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. രണ്ടുപേർ ചേർന്ന് ഒരാളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുക. അതെ, മകന്റെ തെറ്റുകളെ ന്യായീകരിക്കുന്ന ഇത്തരം അമ്മമാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുരുഷാധിപത്യ സ്വഭാവങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ കാറിൽ വെച്ച് തിരിച്ചു പിടിച്ച ആ ആത്മവിശ്വാസം അവൾ അവിടെ കൈവിട്ടില്ല. അവൾ ആ രണ്ടുപേരോടുമായി വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്കൊരു ചുക്കുമില്ല, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയാം, ഇത് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, രണ്ടുപേരും വായടച്ചേക്കൂ എന്ന്. ഗംഭീരമായിട്ടുള്ളൊരു മറുപടി. അവള് സ്വന്തം പവർ അവിടെ തിരിച്ചുപിടിക്കുകയാണ്. അതെ, ഇതിനുശേഷമാണ് അവൾ ഈ സംഭവം റെഡിറ്റിൽ പങ്കുവയ്ക്കുന്നത്, താൻ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടി. അത് സ്വാഭാവികമാണ്. എത്ര സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചാലും നാളുകളായുള്ള അബ്യൂസ് ഒരാളിൽ വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അതേ, റെഡിറ്റിലെ ആളുകൾ വലിയ പിന്തുണയാണ് അവൾക്ക് കൊടുത്തത്. അവനൊരു ഭർത്താവല്ല, നിന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നൊരു ഗുണ്ടയാണ് എന്നാണ് പലരും പറഞ്ഞത്. വളരെ ശരിയായ വിലയിരുത്തൽ. അവന്റെ പ്രവർത്തികൾ ഇമോഷണൽ അബ്യൂസും അസൂയയുമാണെന്ന് അവർ പറഞ്ഞു. അവർക്ക് മാരേജ് കൗൺസിലിംഗ് അത്യാവശ്യമാണെന്നും പലരും കമന്റ് ചെയ്തു. യെസ് ക്വീൻ, നിങ്ങൾ ചെയ്തതാണ് ശരി, അവനെ നിങ്ങളെ വില കുറച്ച് കാണാൻ അനുവദിക്കരുത് എന്നൊക്കെയുള്ള വലിയ സപ്പോർട്ടാണ് അവൾക്ക് കിട്ടിയത്. മുടി വെട്ടിയതിനു ശേഷം അവൾക്കുണ്ടായ സന്തോഷം കണ്ട് അത് നശിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചത്. അവൻ സ്വയം വലിയവനാണെന്ന് തോന്നാനാണ് അവളുടെ തിളക്കം കെടുത്താൻ നോക്കിയത് എന്ന് ആളുകൾ പറഞ്ഞത് 100% ശരിയാണ്. അപ്പോ ഇതൊരിക്കലും വെറുമൊരു മുടിവെട്ടലിന്റെ പ്രശ്നമായിരുന്നില്ല,
മറിച്ച് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവരുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പങ്കാളിയുടെ അരക്ഷിതാവസ്ഥയുമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതെ, ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരമുള്ള ബഹുമാനവും വ്യക്തിസ്വാതന്ത്ര്യവും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാതെ പോകുകയാണ് പതിവ്. തീർച്ചയായും. ഈ ചർച്ച നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം കൂടി ഞാൻ ബാക്കി വയ്ക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ അമിതമായി കാര്യങ്ങൾ ചെയ്യുന്നു, അതായത് ഡൂയിങ് ടു മച്ച് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ നിങ്ങൾക്ക് നൽകേണ്ട പിന്തുണ നൽകുന്നതിൽ വളരെ പിന്നിലാണെന്നല്ലേ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അവൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അയാൾ അവളെ താഴേക്ക് വലിച്ചിടാൻ നോക്കിയത്. അതെ, ഈ ഒരു ചിന്തയോടെ നമ്മുടെ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്തരം ടോക്സിക് ഡൈനാമിക്സുകളെക്കുറിച്ച് തുടർന്നും ചിന്തിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.